അങ്ങനെ ഒടുവിൽ അതും സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ എല്ലാം മുഖ്യൻ, ആരെയും കൂസാത്ത, ചോദ്യത്തിന് മറുചോദ്യം ചോദിക്കുന്ന ഇരട്ടച്ചങ്കനെന്ന് സ്വന്തമായി വിളിപ്പേരുള്ള നമ്മുടെ മുഖ്യനെ വിമർശിക്കാൻ വരെ പാർട്ടി തയ്യാറായിരിക്കുന്നു. നോക്കണേ കാലം പോയ പോക്ക്. അതെന്താ സഖാക്കന്മാരെ അങ്ങനെ? അതെ, മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ. പാർട്ടിക്കകത്ത് എന്നല്ല പുറത്തും ഒരാൾ പോലും മുഖ്യനെതിരായി സംസാരിക്കുന്നതോ അഭിപ്രായം പറയുന്നതോ മുഖ്യനോ പാർട്ടിക്കോ ഇഷ്ടമായിരുന്നില്ല. മുഖ്യൻ്റെ അഭിപ്രായങ്ങളെ എതിർക്കുന്നവൻ ആരായിരുന്നാലും അവനെതിരെ പാർട്ടി ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു. എന്നാൽ വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറുമായി മുഖ്യനുണ്ടാക്കിയ ഒത്തുതീർപ്പിനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു ചെറിയ തോതിൽ വിമർശനങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായി എന്നാണ് കേൾക്കുന്നത്. മാത്രമല്ല, ഈ കേട്ടത് ശരിയാണോ എന്നതിന് നേതാക്കന്മാരോ പാർട്ടിയോ പ്രതികരിച്ചതുമില്ല. എന്നാൽ ചിലപ്പോൾ ശരിയായിരിക്കും അല്ലേ സഖാക്കന്മാരെ? അല്ല, ഇത് ചോദിക്കുന്നതാണ്. കാരണം നിങ്ങളൊന്നും മറുപടി പറയാത്തത് കൊണ്ട് ഇത് ശരിയായിരിക്കും അല്ലേ? ശരിയാണെന്നോ? അല്ല, ഇതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കേന്ദ്ര പദ്ധതിയായ PM ശ്രീ ധാരണാപത്രം ഒപ്പുവെച്ചപ്പോഴും സമാനമായ അതൃപ്തി കണ്ടിരുന്നു. അന്ന് പക്ഷേ മുഖ്യനും പാർട്ടി നേതൃത്വത്തിനും ചെറിയ രീതിയിലൊക്കെ ഒരു നാണക്കേട് ഉണ്ടാക്കിയിരുന്നു CPI. അന്ന് നേതൃത്വങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി ഒരു മധ്യസ്ഥ ചർച്ചയൊക്കെ നടത്തി മുഖ്യനെ ഉപദേശിച്ച് പിന്തിരിപ്പിച്ചത് നമ്മുടെ ബേബി ചായനായിരുന്നു കേട്ടോ. അല്ലെങ്കിലും ബേബി സഖാവ് അങ്ങനെയാണ്. പിണറായി വിജയൻ എന്ന തൻ്റെ സുഹൃത്തിന് വേണ്ടി ഇതല്ല ഇതിലപ്പുറവും ചാടിക്കടക്കും എന്ന് പറയും പോലെയാണ്. അല്ല, അതിനുവേണ്ടിയല്ലേ CPMൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പിണറായി ബേബിയെ തന്നെ കൊണ്ടുവന്നത്. നന്നായി ബേബി, അല്ലെങ്കിൽ എല്ലാം തകർന്ന് തരിപ്പണമായേനെ. അങ്ങനെ VC നിയമനത്തിൽ ഒരു സമാധാനമായി. പക്ഷേ ഇതുകൊണ്ടൊന്നും തീരില്ല കേട്ടോ. കാരണം മുഖ്യൻ നേരിട്ടെടുക്കുന്ന ചില തീരുമാനങ്ങളിൽ പലപ്പോഴും ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ മുറുമുറുപ്പുകൾ ഉയരുന്നുണ്ട്. മാത്രമല്ല, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയത്തിന് ശേഷം ജില്ലാ തലങ്ങളിലെ ചർച്ചയിൽ പലപ്പോഴും നമ്മുടെ മുഖ്യനെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സമ്മേളനത്തിലൂടെ, അതായത് കൊല്ലത്ത് വെച്ച് ഒരു സംസ്ഥാന സമ്മേളനം നടന്നിരുന്നു. ആ സമ്മേളനത്തിലൂടെ ഇതിനൊരു ചെറിയ മാറ്റം വന്നിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാം തകർന്നു, പാടേ തകർന്നു. അതായത് നമ്മുടെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരു വല്ലാത്ത പരാജയമാണ് നമ്മുടെ ഇടതുപക്ഷത്തിന് ഉണ്ടായത്. അങ്ങനെ അത്തരത്തിലുള്ള വലിയ ഒരു കനത്ത തിരിച്ചടിയും പാർട്ടിക്കകത്തെ മുറുമുറുപ്പും പിണറായിക്ക് അത്ര അങ്ങോട്ട് ഗുണം ചെയ്യില്ല എന്നാണ് തോന്നുന്നത്. മാത്രമല്ല, പിണറായി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് അത്ര നല്ല നടപടികളിലേക്കൊന്നും അല്ല നീങ്ങുന്നത്. ഓ, അത് ശരിയാണ് കേട്ടോ. അല്ല, നമ്മുടെ സർക്കാർ പറയുന്നതിനെ കുറിച്ചല്ലേ ചോദിക്കുന്നത്? അത് ശരിയാണ്. സ്ത്രീ സുരക്ഷ, സ്ത്രീകൾക്കൊപ്പം എന്നൊക്കെ ഉച്ചത്തിലാണ് സർക്കാരും നമ്മുടെ മുഖ്യനും വിളിച്ചു പോകുന്നത്. പക്ഷേ സർക്കാരിൻ്റെ തന്നെ പോലീസ് ഏമാന്മാരുടെ ഭാഗത്തു നിന്ന് നേരെ തിരിച്ചാണ് അനുഭവങ്ങൾ. കേൾക്കുന്നില്ലേ? നമ്മളൊക്കെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നവരല്ലേ അല്ലേ മലയാളികൾ? അതായത് പുറത്ത് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ കാണും. അങ്ങോട്ടൊന്ന് കയറി നോക്കിയാൽ കാണാം. അയ്യോ, അങ്ങനല്ല കേട്ടോ, കാണിച്ചു തരും എന്താണ് ജനമൈത്രി പോലീസ് എന്ന്. തടവുകാർക്ക് പരോൾ അനുവദിക്കുന്നതിന് ബന്ധുക്കളിൽ നിന്നും കൈക്കൂലി, സാമ്പത്തിക തിരിമറി. കഴിഞ്ഞില്ല, മറ്റൊരു കേസിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കേസിൽ നിന്നും ഒഴിവാക്കിത്തരാമെന്ന് പറഞ്ഞ് പീഡിപ്പിക്കുക തുടങ്ങി കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന പരിപാടികളാണ് പോലീസ്. അങ്ങനെ പറയുന്നതിനേക്കാട്ടും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അല്ല, ഇതൊന്നും നമ്മുടെ മുഖ്യൻ കാണുന്നില്ലേ? അതോ സമൂഹത്തിലെ സാധാരണക്കാർക്കല്ലേ ഇങ്ങനെയൊക്കെ ആകുന്നത് എന്ന് കരുതിയിട്ടാണോ? അറിയില്ല. അല്ല, ഇപ്പോൾ ഒന്നും തുറന്നു പറയാൻ പാടില്ല. പറഞ്ഞാലേ പിടിച്ച് അകത്തിടും. പറഞ്ഞില്ലെന്ന് വേണ്ട. പക്ഷേ ഇതൊക്കെ പാർട്ടിക്കും മുഖ്യനും ദോഷം ചെയ്യും, അത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ ചെറിയ മുറുമുറുപ്പും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇടതിന് മൂന്നാം തുടർഭരണം ബാലികേറാമല എന്നും പറയും പോലെ അല്പം ബുദ്ധിമുട്ടാകും. ഒന്നോർക്കുക, അളമുട്ടിയാൽ ചേരയും കടിക്കും.